ചന്ദനക്കാടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു യാത്ര നടത്തണമെങ്കിൽ ഇടുക്കിയിൽ തന്നെ എത്തണം. ഒരു ഗ്രാമമാകെ ചന്ദന പരിപാലകരാണ്. ഇടുക്കിയിലെ ചന്ദന ഗ്രാമത്തിൻ്റെയും അതിൻ്റെ പാലകരുടെയും കഥയിലേക്കാണ് ഇനി ഇടുക്കിയിലെ ഞങ്ങളുടെ പ്രതിനിധി സുബിൻ തോമസ് നടത്തിയ ചന്ദനക്കാടുകളിലൂടെയുള്ള യാത്ര. മൂന്നാറിലെ ഈ തേയിലക്കാടുകൾക്കപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ഊരുണ്ട്, ചന്ദനത്തിന്റെ ഗന്ധമുള്ള മറയൂർ. ഒരു കാലത്ത് കാട്ടുകൊള്ളന്മാരുടെ കേന്ദ്രമായിരുന്ന ഇവിടുത്തെ ചന്ദനക്കാടുകളെ സംരക്ഷിച്ചവർ അനവധിയാണ്. ആ ചന്ദനക്കാടുകളിലൂടെ ഒരു യാത്ര. മറയൂരിലെ ചന്ദനത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ഏതാണ്ട് ഒരു 200 വർഷങ്ങൾക്ക് മുൻപ് തന്നെയാണ്. 1800കളുടെ അവസാനം മറയൂരിലെ ചന്ദനത്തെ കുറിച്ച് തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഫസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന TF ബോഡിലോൺ തിരിച്ചറിയുകയും ചന്ദനം സംരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ചിട്ടുള്ള വിശദമായ ഒരു റിപ്പോർട്ട് ട്രാവൻകൂറിന് സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം 1900 മുതൽ 1930 വരെയുള്ള കാലഘട്ടങ്ങളിൽ മറയൂരിലെ വിവിധ മേഖലകൾ ചന്ദന റിസർവുകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്ന് മുതലാണ് യഥാർത്ഥത്തിൽ ചന്ദനത്തിന്റെ സംരക്ഷണം എന്ന ഒരു പ്രക്രിയ ആരംഭിക്കുന്നത്. ഒരു ഖജനാവിന്റെ ഒത്ത നടുക്കാണ് നിൽക്കുന്നത്. നൈസായി ഒരു മരമൊക്കെ വെട്ടിക്കൊണ്ട് പോകാൻ തോന്നും, പക്ഷേ അതിനൊന്നും ഒരു നടപടിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പ്രദേശമെല്ലാം തന്നെ വാച്ചർമാരുടെ നിരീക്ഷണത്തിലാണ്. കൂടാതെ മരങ്ങൾക്കെല്ലാം ഇതുപോലെ നമ്പറുകൾ പതിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കൃത്യമായ പരിശോധനകൾ ഇവിടെ നടത്തിയ ശേഷമാണ് വാച്ചർമാർ തിരികെ മടങ്ങുന്നത്. അപ്പോൾ വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാഫ് എല്ലാം ഓരോ ഫീൽഡിലേക്കും ഞാൻ നിയോഗിക്കും. അവർ ഓരോ ഫീൽഡിലേക്കും അവർ ഡ്യൂട്ടിക്കായിട്ട് പോകും. കൂടെ ഓരോ ഫീൽഡിലും 2 NMR വാച്ചർമാരുടെ വീതമുണ്ട്. അപ്പോൾ NMR വാച്ചർമാർ പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ഏകദേശം ഒരു 60ഓളം വാച്ചർമാരുണ്ട്. കുറച്ചുകൂടെ ഷോർട്ടേ ഉണ്ട്. അപ്പോൾ സർവീസ് കഴിഞ്ഞ് നമ്മൾ പിരിച്ചു വിട്ടായിരുന്നു. പുതിയതായിട്ട് നമ്മൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ ഫീൽഡിലെ വാച്ചർമാരായിട്ട് പ്രവർത്തിക്കുന്നത്. കൂടാതെ തദ്ദേശീയരായിട്ടുള്ള വാച്ചർമാരും പഴയ ആൾക്കാരും ഉണ്ട്. മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്നും ശേഖരിക്കുന്ന ചന്ദനമരങ്ങൾ എത്തിക്കുന്നത് ഇവിടേക്കാണ്. അകത്തുള്ള സ്റ്റോർ റൂമുകളിൽ ഇവ സൂക്ഷിക്കും. തുടർന്നുള്ള നടപടിക്രമങ്ങൾ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. വർഷം 2000-ലധികം ചന്ദനമരങ്ങൾ മറയൂരിന്റെ മണ്ണിൽ നിന്നും പുറത്തേക്ക് പോകുന്നുവെന്നുള്ളതാണ് കണക്കുകൾ. ഈ റിസർവിലുള്ള ഈ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ, അതുപോലെ തന്നെ കാറ്റത്ത് ഒടിഞ്ഞു വീണ മരങ്ങൾ, അപ്പോൾ ഈ 2 ടൈപ്പ് മരങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. കാറ്റത്ത് ഒടിഞ്ഞു വീണ മരങ്ങളും ഉണങ്ങി നിൽക്കുന്ന മരങ്ങളുമാണ് നമ്മൾ കളക്ട് ചെയ്ത് ഡിപ്പോയിൽ കൊണ്ടുവരുന്നത്. അത് കളക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഇങ്ങനെയുള്ള മരങ്ങൾ നമ്മൾ ഒരു റിസർവിൽ നിൽക്കുന്ന, ഫോർ എക്സാമ്പിൾ നമ്മുടെ SR52 എന്ന് പറയുന്ന സാൻഡൽ റിസർവിലുള്ള ഇങ്ങനെയുള്ള ഉണങ്ങിയ മരങ്ങൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് നമ്മളത് അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യും. അതായത് അപ്ലോഡ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ്, ഡിപ്പോയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് കളക്ഷൻ എന്ന പ്രോസസ്സിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ കൊണ്ടുവരുന്ന മരങ്ങൾ നമ്മൾ അതിൻ്റെ പുറന്തൊലി ചെത്തി അത് ചെത്തി ഒരുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്.
മറയൂരിലെ ചന്ദനക്കാടുകളിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ചന്ദനത്തിന്റെ ഗന്ധം ഒരിക്കലും മായാത്ത മറയൂരിന്റെ മണ്ണിൽ നിന്നും അനൂപ് ശിവദാസിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.